ഹായ് ഗായ്സ്, ലിഗൻ ഫുട്ബോളിലെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ സർ അലക്സ് ഫെർഗൂസിൻ്റെ ഡോക്യുമെൻ്ററി ആയിട്ടുള്ള നെവർ ഗിവ് ഇൻ 2021 ഇറങ്ങിയതാണ്. ഞാൻ ഇതുവരെ കണ്ടിട്ടുണ്ടായില്ല, കഴിഞ്ഞ ദിവസമാണ് അത് കണ്ടത്. എന്താ പറയുക, തുടക്കം മുതൽ അവസാനം വരെ നമ്മളെ മുൾമുനയിൽ നിർത്തിക്കൊണ്ട്, മുൾമുന എന്നൊക്കെ പറയുമ്പോൾ മറ്റേ ത്രില്ലറൊന്നും അല്ല, ഓരോ സീനും കാര്യങ്ങളും അടിപൊളിയാണ്. കാരണം എല്ലാ സീനിലും നമ്മൾ ആ ടെമ്പോ കീപ്പ് ചെയ്തുകൊണ്ട് തന്നെ വളരെ എക്സൈറ്റ്മെൻറ്റിൽ തുടക്കം മുതൽ അവസാനം വരെ ആ ഡോക്യുമെൻ്ററി കൊണ്ടുപോകുന്നുണ്ട്. ഇതിൻ്റെ അകത്ത് നോക്കേണ്ടത്, നിങ്ങളൊരു മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ആരാധകനാണ് എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾ കണ്ടിരിക്കേണ്ട മസ്റ്റ് വാച്ച് ഡോക്യുമെൻ്ററിയാണ്. വേറൊന്നുമല്ല, മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ ആ ഒരു ഹിസ്റ്ററിനെ പറ്റി നല്ല രീതിക്ക് പറയുന്നുണ്ട്. എസ്പെഷ്യലി സർ അലക്സ് ഫെർഗൂസിൻ്റെ ആ ഒരു എറയെ. ഇതിൻ്റെ അകത്ത് തുടക്കം മുതലേ പുള്ളിയുടെ ചെറുപ്പ കാലഘട്ടം എങ്ങനെയാണ്, സർ അലക്സ് ഫെർഗൂസൺ എവിടെയാണ് ജനിച്ചത്, അതിൻ്റെ തൻ്റെ ഫാമിലി പശ്ചാത്തലം, അതേപോലെ തന്നെ സർ അലക്സ് ഫെർഗൂസിൻ്റെ ഫുട്ബോൾ ജീവിതം, ഒരു പ്ലെയർ കരിയർ എങ്ങനെയായിരുന്നു, അതുപോലെ തന്നെ എങ്ങനെയാണ് അദ്ദേഹം കോച്ചിങ്ങിലേക്ക് എത്തിയത്, അദ്ദേഹത്തിൻ്റെ എങ്ങനെ അദ്ദേഹം മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ കോച്ചായി, അതിന് പിന്നിലുള്ള കഥ. നമ്മൾ സർ അലക്സ് ഫെർഗൂസണിനെയും അദ്ദേഹത്തിൻ്റെ മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ കിരീടങ്ങളെയും അതിനെ പറ്റിയിട്ടുള്ള സ്റ്റോറീസും ഒക്കെ നമ്മൾ കുറേ കേട്ടിട്ടുണ്ട്. 13 പ്രീമിയർ ലീഗ് ടൈറ്റിൽസിനെ പറ്റിയും അങ്ങനെ എല്ലാം നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷേ അതുകൂടാണ്ട് അതിന് മുന്നേയുള്ള ചരിത്രം മിക്കവർക്കും അറിയാം. എനിക്കറിയില്ലായിരുന്നു, ഞാനിതിന് ശേഷമാണ് അറിഞ്ഞത്. അങ്ങനെ കുറേ അറിയാത്ത കുറേ ആൾക്കാരുണ്ട്. ആസ് എ ന്യൂട്രൽ ഫാൻ ആണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ, അദ്ദേഹം എങ്ങനെയുള്ളൊരു മാനേജർ ആയിരുന്നെന്നും, അതായത് മാനേജ്മെൻറ്റിൽ പുള്ളി കഴിഞ്ഞിട്ടേ ഉള്ളൂ എന്നതാണ് പല ആൾക്കാരും പറഞ്ഞിട്ടുള്ളത്. ഡെഫിനറ്റ്ലി ഇത് കാണുമ്പോൾ, ആ ഡോക്യുമെൻ്ററി കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്തായിരുന്നു സർ അലക്സ് ഫെർഗൂസൺ പല പ്ലേയേഴ്സിനും എങ്ങനെയാണ് പുള്ളി ഓരോരുത്തർ ട്രീറ്റ് ചെയ്തത്. ഈ ഡോക്യുമെൻ്ററി എടുക്കുന്നതിൻ്റെ പിന്നിലെ സാഹചര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, പുള്ളിക്ക് ബ്രെയിൻ ഹെമറേജ് വന്ന് ഹോസ്പിറ്റലൈസ്ഡ് ആയി, സർജറി ഒക്കെ ചെയ്തു, പുള്ളി ഒന്ന് റിക്കവർ ആയതിനു ശേഷമാണ് ഈ ഒരു ഡോക്യുമെൻ്ററി എടുക്കുന്നത്. അപ്പോൾ ഡെഫിനറ്റ്ലി വർത്ത് ഓഫ് വാച്ചാണ്. ഞാൻ പറയും മസ്റ്റായിട്ട് നിങ്ങൾ കാണണം. എസ്പെഷ്യലി നിങ്ങൾ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ആരാധകനാണെങ്കിൽ ഡെഫിനറ്റ്ലി കാണണം. അതാണ്. കണ്ടിട്ട് എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ വന്ന് രേഖപ്പെടുത്താം. കണ്ടവരുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താം. ഇതൊക്കെയായിരുന്നു ഇതിനെ പറ്റി പറയാനുള്ളത്. താങ്ക് യു ഫോർ വാച്ചിങ്. സൈനിങ് ഓഫ് മോയിൻ ഫ്രം